തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിലാണ് രാജ്യം ചർച്ച ചെയ്തത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി വിവരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചിരുന്നത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ രാഹുൽ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ പറഞ്ഞ കാര്യങ്ങളെ തള്ളിക്കളയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിയിൽ വിശ്വസനീയത ഒന്നും തന്നെയില്ല എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ വെറും ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്. എന്നാൽ കമ്മീഷന്റെ മറുപടിക്ക് തൊട്ടു പിന്നാലെ തന്നെ രാഹുലിന്റെ ചുട്ട മറുപടിയും ഉണ്ടായി. ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാത്തത് എന്താണ് എന്നുള്ള ചോദ്യമാണ് രാഹുൽ വീണ്ടും ചോദിച്ചത്. മഹാരാഷ്ട്രയിലെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക ലഭ്യമാക്കണം, പോളിംഗ് ബൂത്തുകളിലെ വൈകിട്ടത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുക കൂടി ചെയ്തിരിക്കുകയാണിപ്പോൾ. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിൻ്റെ ആദ്യത്തെ ആരോപണങ്ങൾക്കുള്ള മറുപടിയായി പറഞ്ഞിരുന്നു. വസ്തുതകൾ വ്യക്തമാക്കി കോൺഗ്രസിന് മുമ്പും മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റും ലഭ്യമാണ്. എന്നാൽ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ വസ്തുതകളെല്ലാം പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നുവെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെ രൂപരേഖയായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ രാഹുലിൻ്റെ വാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന പാനൽ അതിനെ മാറ്റുക, വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുക, തെളിവുകൾ നശിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഉണ്ടായതായി രാഹുൽ മുമ്പ് ആരോപിച്ചിരുന്നു. ബീഹാറിലും ക്രമക്കേടിന് സാധ്യതയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയത്. എന്നാൽ കമ്മീഷന് മുന്നിൽ രാഹുൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഉത്തരമില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്.